But your attention, please look at these cows, take pictures. They belong to the royal farm. You see the roof of the royal farm. It is here, not in this building. Buildings were built many times, but it is here since 1301. So also of ecological milk. So royal farm and royal manor. Very modest, but very elegant buildings. Some are two of the museums you have seen. But keep it in mind, it is an island. Because it's a very popular place today in the so-called region, but there are many that coincide and will go on our right-hand side. Open air cultural history. It's quite a unique museum because it is 1st century, so this is a very rich collection. But we are approaching our destination, our museum, so keep it in mind that the name after the ship inside the museum there is a lot of thing. It is a real ship, not a restored one, but a real one from 1892. Diamond Indian cruise. Oh, Sørkedalen. Det er langt. What time is your lunch? That I'll tell you. Sorry. I'll make it 1 o'clock or something then. Okay. Okay, that's fine. 12:15. Perfect. And how much time here? I will give. Okay. ഇതാണ് നോർവേ ഓസ്ലോയിലെ ഫ്രാം മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുറേ ഷിപ്പുകൾ കുറേ മ്യൂസിയമുള്ളൊരു ഏരിയയാണിത്, ഈ ഫ്രാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അതിൽ നമ്മൾ പോയത് ഇപ്പോൾ ഒരു പോളാർ എക്സ്പെഡിഷൻ നടത്തിയ ഒരു ഷിപ്പ് മെയിനായിട്ടുള്ളൊരു മ്യൂസിയമാണിത്. അതായത് പോളാർ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക് റീജിയനിൽ ഇവർ ആദ്യമായിട്ട് എക്സ്പെഡിഷന് വേണ്ടിയിട്ട് ഷിപ്പ് ഉണ്ടാക്കി മരം കൊണ്ട്. അത് 1895 ഉണ്ടാക്കിയതാണ്. ആ മരത്തിലുള്ള ആ ഷിപ്പുകളാണ് കാണുന്നത്. അന്ന് 150 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഷിപ്പാണത്, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെ കാണിക്കുന്നത് അത് ആർട്ടിക്കിൽ കിടക്കുന്നത്. ആർട്ടിക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ഈ വേൾഡിൻ്റെ ഏറ്റവും അന്റാർട്ടിക്കാണല്ലോ. അന്റാർട്ടിക്ക ഏറ്റവും ഡൗൺ പാർട്ട് സൗത്ത് അമേരിക്ക കഴിഞ്ഞിട്ട്. ഇത് ആർട്ടിക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ ഗ്രീൻലാൻഡ്, ഈ നോർവേൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ആർട്ടിക്. രണ്ട് ഭാഗത്തും തണുപ്പ്, ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് എക്സ്പെഡിഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഷിപ്പാണത്. അപ്പോൾ അതാണ് ഈ കാണാൻ പോകുന്നത്. അന്ന് ഉണ്ടാക്കിയ ആൾക്കാർ അതിൻ്റെ എഞ്ചിനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. And from scientific and sledging equipment to a piano. The men had individual cabins and dined around the same table, and all on board, including Amundsen, were assigned roles and tasks in addition to the normal crew work required on a sailing ship. ഇത് ഫ്രെയിം മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡിലെ കാഴ്ചകളുള്ളത്. നല്ലൊരു ഏരിയ ആണത്. അതൊരു ലേക്ക് ഉണ്ടല്ലോ, സോൺസ് വാൻ അതാണ് ഈ ലേക്കിൻ്റെ പേര്. This is lake farm. So this is the crew. This is the crew, and five people who in 1911 reached the South Pole for the first time ever. So his name in the middle is Roald Amundsen, and he discovered the South Pole. So they reached 90 degrees. പോലെ അതല്ലേ, ഇതല്ലേ നമ്മുടെ ഇതിന്റെ പേര് ഫാം അല്ലേ? Museum. അപ്പൊ തന്നെ ലൈക്ക് ഫാം അല്ല, കണക്ഷൻ ആയിരിക്കും വലുതല്ലേ? ഇവിടെ തന്നെ നമ്മൾ എറണാകുളത്തേക്ക് കണ്ടത് സ്വീഡനിൽ നമ്മൾ സ്വീഡനിലാണല്ലേ? ഫാമല്ലേ? അപ്പൊ എന്ത് ഫാമിലി ലേക്കിന്റെ പേരെന്താ? ഓഹോ, ഇതുണ്ടോ ഒരു സീകൾ?
We'll go now. We'll go back. അങ്ങനെ ഓർത്തെ ശരി ഓക്കെ. ഫ്രാം മ്യൂസിയത്തിന് ശേഷം ഞങ്ങൾ നേരെ സിറ്റിയിലൊന്ന് ഓപ്പറ ഹൗസ് കാണാൻ പോയിരിക്കണം. ഈ സിറ്റിയിൽ, നോർവേ സിറ്റിയിലെ ഓപ്പറ ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കും. അതായത് ഈ പോകുന്ന എല്ലാ ഓപ്പറ ഹൗസിൻ്റെ മുകളിലോട്ട് പോകുന്ന വഴി, ഓപ്പറ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റോഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വരെ നമുക്ക് നടന്നു പോകാം. എന്നാണ് ഏറ്റവും ടോപ്പ് വരെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. അതാണ് ഈ ഓപ്പറ ഹൗസ്. ഇത് സ്റ്റീപ്പായിട്ടുള്ള ഒരു റോഡ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓപ്പറ ഹൗസിൻ്റെ മുകളിലോട്ട് കയറിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും യൂട്ടേൺ എടുത്തിട്ട് മുകളിലോട്ട് പോയി ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റും. ഈ സ്റ്റീപ്പായത് കാരണം കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റം കയറുന്നത്. നമ്മൾ സ്റ്റെപ്പ് പോലെയില്ല. എനിവേ ഞാൻ ഹാഫിലും ഒരു 3/4 വരെ ഞാൻ എത്തി. അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വന്ന ബസ്സാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ട്. ഞാൻ അവരെവിടെ പോകുന്നത് അറിയാൻ പറ്റില്ല. നോക്കട്ടെ. കടൽക്കാക്കൻ സീകൾ എന്നൊന്നും ഞാനൊന്നും കാണിക്കില്ലല്ലോ. അങ്ങനെ ഓസ്ലോയിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബസ്സിൽ കയറിയിട്ട് യാത്ര തുടങ്ങി. അതിനടുത്ത് ഞങ്ങളുടെ ലക്ഷ്യം നോർവീജിയൻ ടൂറിസ്റ്റ് വില്ലേജ് ഫ്ലാ എന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്രയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. അതായത് റോഡുകൾ, നല്ല റോഡ്, കാഴ്ചകൾ, നല്ല കാഴ്ചകൾ. അത് നമുക്ക് ട്രാവലേഴ്സ്, നമ്മുടെ കൂടെയുള്ള യാത്രക്കാർ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രക്കാർ, അതൊരു ലൈഫിൽ കിട്ടുന്നൊരു അനുഭവം തന്നെയാണ് യാത്ര എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ യാത്ര ഒരിക്കലും ഒഴിവാക്കരുതെന്ന്. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് വേറെ കിട്ടില്ല. അത് നോർവേ പോലെ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്ര യാത്ര ചെയ്താലും നമുക്കൊരു ക്ഷീണം തോന്നില്ല. മണിക്കൂറോളം നമ്മുടെ കൂടെ എല്ലാ ആൾക്കാരും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവർക്കൊന്നും ഒരു ക്ഷീണമല്ല ഇവർക്കൊന്നും.
അത് വളരെ ഹാപ്പി ആയിട്ട് ഒരു ഈ യാത്രകൾ അനുഭവങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ നോർവേൻ്റെ വില്ലേജുകളിൽ കൂടിയാണ് യാത്ര. കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കാരണം വീടുകൾ വളരെ കുറവാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ. നമ്മൾ പോകുന്ന കൃഷിസ്ഥലങ്ങൾ, ഒഴിഞ്ഞ് കിടക്കുന്ന പുൽമേടുകൾ, മരങ്ങൾ, അരുവികൾ എല്ലാം കണ്ണിനും മനസ്സിനും കുളിർമരുന്ന കാഴ്ചകളാണ്. എത്ര യാത്ര ചെയ്താലും നമുക്ക് മടുക്കില്ല. അതുപോലെ നമ്മളൊരു കമ്പനി ഇതുപോലെ ട്രാവലേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്ലി ആൾക്കാരെ, ഏകദേശം മിഡിൽ ഏജ് ആൾക്കാരെ കൂടുതൽ, അവരെല്ലാം വളരെ സ്നേഹപൂർവ്വമുള്ള ഇടപെടലാണ് എല്ലാവരും. അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലാ എന്ന് പറഞ്ഞ സ്ഥലത്തെന്ന് പറഞ്ഞു. ഇപ്പോൾ പോകുന്ന ഇടയ്ക്കുള്ള കാഴ്ചകൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇത് നമ്മൾ ഫ്ലൈയിലേക്ക് യാത്ര മതി. അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്താണ് ഒരു ലേക്കിൻ്റെ അടുത്ത്. ഇവരൊരു ഷാലോ വാട്ടർ ലേക്കാണിത്. ഒരു ഓസ്റ്റൻ ജോനറ്റ്, അതാണ് ഈ ലേക്കിൻ്റെ പേര്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവർക്ക് ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു 5 മിനിറ്റ്സ് സ്റ്റോപ്പ് എന്ന നിലയ്ക്ക് അതിന് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്താണ്. സോ എന്താ പറയാം, അത്രയും ഒരു ബ്യൂട്ടിഫുൾ സീനറിയുള്ള സ്ഥലം നമ്മുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. കളർഫുൾ പ്ലാന്റ്സ്, മരങ്ങൾ, എല്ലാം ഇങ്ങനെയൊക്കെ ഒരു കലണ്ടർ പോലെ ആണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. തിരിച്ചു പോകാൻ പറയുന്നു. എവിടെ ഒരു വണ്ടി വരൂ. ഞാൻ പോലെ സമയമല്ല. നിങ്ങളെ But we are, I would say, the seventh healthiest nation in the world. This is our destination. So we go further right. So what you see left hand side is the world's largest ferry. It will take you to Germany. And there is a lot of there's a casino and shopping on stuff. And another one is Denmark. And right now, അങ്ങനെ ഞങ്ങൾ ഫ്ലാ വില്ലേജിലെത്തി. ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ അഷ്റഫ് ആൻഡ് CP മുഹമ്മദ്, ഞങ്ങൾ വൈഫും ഞങ്ങൾ 4 പേരും നടക്കാൻ ഇറങ്ങിയതാണ്. പോകുന്നത് കാപ്പിൾത്തോട്ടങ്ങൾ, വില്ലേജിലെ വീടുകൾ, നല്ല കാഴ്ചകളാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ സീൻസാണ്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച രാജ്യമാണ് ഈ നോർവേ എന്ന് പറയുന്നത്.
ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വീടിന് പോലും ഒരു ഫെൻസിങ് ഇല്ല, ഒരു വേലിയോ മതിലോ ഒന്നുമില്ലാതെ ആണ് വീടുകൾ കംപ്ലീറ്റ്. നല്ല ഫ്ലവേഴ്സ്, നല്ല കാലാവസ്ഥ, എന്തിനും ഈ സമയത്ത് നോർവേ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം വരേണ്ട സമയം തന്നെയാണത്. ആപ്പിളെല്ലാം ഇഷ്ടം പോലെ പുറത്താണ്, നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ഒരു പ്രശ്നമില്ല അവിടെ.